നെക്സ്റ്റ് മൊഡ്യൂൾ 2 നമ്മൾ നോക്കുന്ന റിയലിസം എന്താണ്, പ്രീ റാഫലൈറ്റ്സ് എന്ന് പറയുന്ന ആരാണ്, പിന്നെ കുറച്ച് കോൺസെപ്റ്റുകളും 4 പോംസും കൂടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്കിക്കോളൂ. ഫസ്റ്റ് എന്താണ് റിയലിസം ലിറ്ററേച്ചറിലും ആർട്ടിലും എങ്ങനെ വരുന്നു? റിയലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ലൈഫിനെയും സൊസൈറ്റിയെയും അതുപോലെ തന്നെ റിയലിസ്റ്റിക്കലി പോർട്രേ ചെയ്യുന്നു, ഒതൻറ്റിക്കലി അല്ലെങ്കിൽ ട്രൂത്തോടു കൂടി. ഓക്കെ, അല്ലാതെ യാതൊരു വിധത്തിലുള്ള റൊമാൻറ്റിസൈസ്ഡ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് ഒന്നും കാണത്തില്ല. അതിന് ലൈഫിനെ സൊസൈറ്റി എങ്ങനെയാണോ അതുപോലെ തന്നെ ഓർഡിനറി പീപ്പിളിനെ ഫോക്കസ് ചെയ്ത് എവറിഡേ സിനാരിയോസ് ഒക്കെ, അതായത് ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്ത് കാണിക്കുന്നതാണ്, ഡെപ്പിക്റ്റ് ചെയ്യുന്നതാണ് റിയലിസം എന്ന് പറയുന്നത്. അത് ട്രൂത്തിനും ഒതൻറ്റിസിറ്റിക്കും ഒറിജിനാലിറ്റിക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഈ റൊമാൻറ്റിസൈസ്ഡ് ഐഡിയാസ് ഒന്നും അതിനകത്ത് കാണത്തില്ല. ഇനി സോഷ്യൽ ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ എന്താണ്? സോഷ്യൽ ക്രിറ്റിസിസം ഇവിടെ ഉദ്ദേശിക്കുന്നത് സോഷ്യൽ ഇൻഇക്വാളിറ്റീസിനെ ഹൈലൈറ്റ് ചെയ്ത് ഈ ഇൻജസ്റ്റിസ് ചലഞ്ചസിനെയൊക്കെ കാണിച്ച് പോർട്രേ ചെയ്യുന്നതാണ് സോഷ്യൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പീരീഡിൽ റിയലിസം എന്നുള്ള ഒരു പീരീഡിൽ അല്ലെങ്കിൽ റിയലിസ്റ്റിക്കലി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ സൊസൈറ്റിയിലുള്ള ഇൻഇക്വാളിറ്റീസിനെ കുറിച്ചും നീതികളെല്ലാം ഇൻജസ്റ്റിസും എല്ലാം നമ്മൾ പറയും അല്ലേ. അതുപോലെ തന്നെ ഈ ജെൻഡർ റോൾസിനെ കുറിച്ച്, ഈ അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് പ്രശ്നങ്ങളെക്കുറിച്ച്, റിച്ച് ആൻഡ് പുവറിനെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സോഷ്യൽ ക്രിറ്റിസിസത്തിനകത്ത് അല്ലെങ്കിൽ റിയലിസത്തിനകത്ത് നമ്മൾ പറയും. പിന്നെ ഇമോഷണൽ ഐഡൻറ്റിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇമോഷണൽ ഐഡൻറ്റിറ്റി എന്ന് വെച്ചാൽ ഒന്നുമില്ല, ആളുകളുടെ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ പീപ്പിളിൻ്റെ ഇമോഷണൽ ഡെപ്തിനെ എക്സ്പ്ലോർ ചെയ്ത് അവരുടെ സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കോംപ്ലക്സിറ്റീസിനെയൊക്കെ നമുക്ക് ഈ ഒരു പീരീഡിൽ റിയലിസ്റ്റിക്കലി പോർട്രേ ചെയ്യുന്നുണ്ടായിരുന്നു റൈറ്റേഴ്സ്. പിന്നെ ദെൻ ഇന്നർ ആൻഡ് ഔട്ടർ വേൾഡിനെ കുറിച്ച്, അതായത് ഇമോഷണൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആളുകളുടെ എക്സ്പീരിയൻസിനെ കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഈ ഒരു സമയത്ത് ആളുകൾ തീമായിട്ട് റൈറ്റേഴ്സ് കൊണ്ടുവന്നിരുന്നു. പിന്നെ പ്രീ റാഫലൈറ്റ് മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു 19th സെഞ്ചുറി ആർട്ടിസ്റ്റിക് മൂവ്മെൻ്റ് ആണ്. അത് പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് കൊണ്ടുവന്നത് 1848. ഓക്കെ, PRB അല്ലെങ്കിൽ പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡ്. അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ കുറേ ആർട്ടിസ്റ്റുകളും കുറേ പെയിൻറ്റേഴ്സും കുറേ റൈറ്റേഴ്സും ഇവരെല്ലാവരും ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ് ദ പ്രീ റാഫലൈറ്റ് മൂവ്മെൻറ്റ്. അതായത് റാഫേൽ എന്നുള്ള ഒരു പെയിൻറ്ററാണ്. റാഫേൽ എന്നുള്ള പെയിൻറ്ററിൻ്റെ തൊട്ട് മുന്നേ ഉള്ള കാലഘട്ടം എങ്ങനെയായിരുന്നോ അത് ആ ഒരു കാലഘട്ടത്തിൽ തിരിച്ചു കൊണ്ടുവരാനായിരുന്നു ഈ ഒരു ഗ്രൂപ്പ് കൊണ്ടുവന്നത്. അതായത് പ്രീ റാഫലൈറ്റ്, പ്രീവിയസ് എന്നുള്ളൊരു മീനിങ്. അപ്പം മെഡീവൽ ആയിട്ടുള്ള ആർട്ട് ലിറ്ററേച്ചർ, അതായത് ഗോതിക് എലിമെൻറ്റ്സ്, ഈ മിത്തോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടും വളരെ സിംബോളിക്കലിയും ഇമോഷണൽ ആയിട്ടുള്ള ഇൻറ്റൻസിറ്റിയും കൊണ്ടുവന്ന് പെയിൻറ്റിങ് അല്ലെങ്കിൽ റൈറ്റിംഗ് ചെയ്യുക, അതാണ് ഈ ഗ്രൂപ്പ് ചെയ്തത്. അപ്പം മെഡീവലിസം എന്ന് വെച്ചാൽ മിഡിൽ ഏജസിൻ്റെ സമയത്തുണ്ടായിരുന്ന ഈ ലവ് തീംസ് ഉണ്ടല്ലോ, ഈ നൈറ്റ് ഒക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്, നൈറ്റ് KNIGHT, അവരുടെ റൊമാൻസ്, ഈ ലെജൻഡറി സ്റ്റോറീസ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിങ്ങനെയെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കും. പിന്നെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഇമേജസ്, സ്പിരിച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഡീപ്പർ മീനിങ്സിലായിരിക്കും ഇത് പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ വൈബ്രൻറ്റ് കളേഴ്സും നല്ല രീതിയിലുള്ള ഡീറ്റെയിലിങ്ങും കാണും. ആ പോയട്രിക്കകത്താണെങ്കിലും പെയിൻറ്റിങ്ങിനകത്താണെന്നുണ്ടെങ്കിലും സ്റ്റോറിക്കകത്താണെങ്കിലും. ഓക്കെ, ദെൻ പ്രീ റാഫലൈറ്റ് മൂവ്മെൻറ്റിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അവരുടെ ഗ്രൂപ്പിനകത്ത് വരുന്നത് DG റോസറ്റി വരുന്നുണ്ട്, പിന്നെ ക്രിസ്റ്റീന, അതായത് ഇതിൻ്റെ സിസ്റ്ററായിട്ടുള്ള ക്രിസ്റ്റീന റോസറ്റി, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരുന്നു ഇതിനകത്ത് ഫേമസ് ആയിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ. ദെൻ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ദ ബ്ലെസ്സഡ് ഡാമസൽ എന്നുള്ളൊരു പോയമുണ്ട് നമുക്ക്. പിന്നെന്താണ് ഇതിനകത്ത് പഠിക്കാനുണ്ട്, ദ ബ്ലെസ്സഡ് ഡാമസൽ. അതൊക്കെ പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡിൽ അല്ലെങ്കിൽ അതിനെ പറ്റിയ അതിലൊരു മെമ്പർ എഴുതിയ പോയമാണ് കേട്ടോ. DG റോസറ്റിയുടെയാണ് ദ ബ്ലെസ്സഡ് ഡാമസൽ എന്നുള്ളത്. അത് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് എഴുതുക. പിന്നെ ഇനി നമുക്ക് വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ദ ബെഡ്റൂം എന്നുള്ളത് നോക്കാം. ആ ഒരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ പെയിൻറ്റിംഗ് അത് ബെഡ്റൂം ഇൻ ആർലെസ്, അതായത് ഒരു സിമ്പിൾ ഫേർണിച്ചറും പക്ഷേ നല്ല സ്ട്രൈക്കിംഗ് കളേഴ്സിലും വരച്ചേക്കുവാണ് അദ്ദേഹം. ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള രീതിയിൽ, പക്ഷേ സ്ലൈറ്റ്ലി നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെൻറ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് തോന്നും. ഇനി തീംസ് എന്താണെന്ന് ചോദിച്ചാൽ ഇമോഷണൽ ഐഡൻറ്റിറ്റിയാണ് ഇദ്ദേഹം ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇമോഷണൽ ഐഡൻറ്റിറ്റി എന്ന് വെച്ചാൽ സിമ്പിളായിട്ടും വളരെ കംഫർട്ടബിളായിട്ടും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു പെയിൻറ്റിങ് കാണിച്ചിരിക്കുകയാണ് അദ്ദേഹം. പിന്നെ റൂമെന്ന് പറയുന്നത് വളരെ സ്റ്റില്ലാണ് പുറത്തു നിന്ന് നോക്കുമ്പോൾ, പക്ഷേ അകത്ത് നമ്മുടെ വാൻ ഗോഗിൻ്റെ ഇന്നറായിട്ടുള്ള കൺഫ്യൂഷൻസ്, ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സിംബോളിസം ഇതിനകത്ത് പെയിൻറ്റിങ്ങിനകത്ത് കുറേ എംറ്റി ചെയേഴ്സ് ഉണ്ട്. എംറ്റി ചെയേഴ്സ് കാണിക്കുന്നത് എന്താണ്? അതെല്ലാം പേഴ്സണൽ ഐറ്റംസ് ആണെന്നും അവിടെ ഇപ്പോൾ സോളിറ്റ്യൂഡ് ആണെന്നും അല്ലെങ്കിൽ അവിടെ അങ്ങ് ആരും ഇല്ലെന്നും ലോൺലിനെസ് ആണെന്നും കാണിക്കുവാണ്. മൂഡെന്ന് പറയുമ്പോൾ ഒരു മെലങ്കോളിക് ആയിട്ടുള്ള ഗ്ലൂമി ആയിട്ടുള്ള മൂഡാണ്. ഹ്യൂമൻ പ്രസൻസ് അവിടെ ഇല്ലാത്തതുകൊണ്ട് ലോൺലിനെസ് ആണ് അവിടെ കാണിച്ചേക്കുന്നത്, അല്ലെങ്കിൽ വളരെ ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഷാർലറ്റ് പെർക്കിൻസ് ഗിൽമാൻ്റെ ദ യെല്ലോ വാൾപേപ്പർ, അതൊരു ഷോർട്ട് സ്റ്റോറിയാണ് കേട്ടോ. ഒരു സ്ത്രീ എങ്ങനെ മാഡ്നസ്സിലോട്ട് സൊസൈറ്റിയുടെ ഒപ്രഷൻ കാരണം പോകുന്നത് എങ്ങനെയാണ്. സമ്മറി നോക്കിക്കോളൂ.
ഓപ്പണിംഗ് ഇങ്ങനെയാണ്. നറേറ്റർ അത് അവളുടെ ലൈഫ് ഒരു റെൻറ്റഡ് മാൻഷൻ, ഒരു വാടകയ്ക്കുള്ളൊരു മാൻഷനിൽ താമസിക്കുവാണ്. ആ ലൈഫിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുവാണ്. ആൻഡ് അവൾക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷനാണ്, അതായത് ഈ പ്രസവശേഷമുള്ള ഡിപ്രഷനാണ്. പിന്നെ ഹസ്ബൻഡ് ജോൺ ആണ്. ഹസ്ബൻഡ് എന്താണ് ഇവളുടെ ഈ ഒരു ഡിപ്രഷനെ വലിയ രീതിയിൽ ഡിസ്മിസ് ചെയ്യുക, അതായത് വക വയ്ക്കുന്നില്ല. അവളുടെ ഒപ്പീനിയൻസിനെ എല്ലാം ഡിസ്മിസ് ചെയ്ത് റിജക്റ്റ് ചെയ്ത് അവൾക്ക് റെസ്റ്റ് ക്യൂർ വേണമെന്നും പറഞ്ഞ്, അതായത് റെസ്റ്റ് എടുക്കുക, നീ റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. ഇനി നറേറ്റർ എന്താണ് ഒരു യെല്ലോ വാൾപേപ്പർ അവരുടെ റൂമിൽ കാണുന്നു. അതുമായിട്ട് വളരെയധികം ഒബ്സസ്ഡ് ആവുകയാണ്. അതായത് ആ യെല്ലോ വാൾപേപ്പറിനെ മാത്രം നോക്കി അതിലിങ്ങനെ മുഴുകിയിരിക്കുവാണ്. അതിൻ്റെ പാറ്റേൺസ് ഒക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഒപ്രസീവായിട്ട് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നുവാണ്. അവൾ ഒരു സ്ത്രീയെ ഇങ്ങനെ ഇമാജിൻ ചെയ്യുവാണ്. അതായത് ആ വാൾപേപ്പറിൻ്റെ പുറകിൽ ഒരു സ്ത്രീ ഇങ്ങനെ ട്രാപ്പായി നിൽക്കുന്ന പോലെ ഇവൾക്ക് തോന്നുവാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഇവളുടെ ലൈഫ് തന്നെ ഇവൾ ഇങ്ങനെ നോക്കി കാണുവാണ്. അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ഒബ്സഷൻ വളരെയധികം ഡീപ്പൻ ആവുകയും ഈ ഒരു ഇമാജിൻഡ് വുമണിൽ നിന്ന്, അതായത് ഈ സ്ത്രീ എന്ത് ചെയ്യുവാണ്, നമ്മുടെ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അനുഭവിക്കുന്ന സ്ത്രീ ആ വാൾപേപ്പറിൻ്റെ പുറകിൽ ഏതോ ഒരു സ്ത്രീ ട്രാപ്പാണെന്ന് അങ്ങ് വിചാരിച്ച് റിയലിസ്റ്റിക്കലി അങ്ങ് വിചാരിച്ചിട്ട് അവരെ പുറത്തെടുക്കാൻ വേണ്ടി ഇവരങ്ങ് ശ്രമിക്കുവാണ്, ഫ്രീ ചെയ്യാൻ വേണ്ടി. അതായത് അവളുടെ ആ ഒരു ഫൈറ്റാണ് കാണിക്കുന്നത്. ഹസ്ബൻഡിനോടുള്ളും ആ ഡിപ്രഷനോടുള്ള അല്ലെങ്കിൽ ആ സൊസൈറ്റിയോടുള്ള ഒരു ഫൈറ്റാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അവർ ഒറ്റയ്ക്കായി, അതായത് കുഞ്ഞ് ജനിച്ചതിന് ശേഷം പിന്നെ കുഞ്ഞിനായിരിക്കും കൂടുതൽ കെയർ കിട്ടുന്നത്. അമ്മയുടെ കാര്യം പിന്നെ ആരും വലുതായിട്ട് ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ ആ സമയത്ത് കുഞ്ഞിനെ നോക്കണം, ഉറക്കമില്ലാതിരിക്കുന്നു, കുഞ്ഞിന് പാല് കൊടുക്കണം, ഭയങ്കര വേദന, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് പെട്ടെന്ന് ഡിപ്രഷൻ വരും സ്ത്രീകൾക്ക്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, സൊസൈറ്റി കൊണ്ടുവന്ന കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. ഹസ്ബൻഡ് ആണെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല. അവൾക്ക് ആ റൂമിനകത്ത് റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞ് റൂമിനകത്ത് ഇവളങ്ങ് ട്രാപ്പായിപ്പോയി. അപ്പോഴാണ് ഈ യെല്ലോ വാൾപേപ്പർ കാണുന്നത്. യെല്ലോ വാൾപേപ്പർ കാണുമ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്യുകയാണ്, അവരെ തന്നെ അവിടെ ഇമാജിൻ ചെയ്യുവാണ്. അവർ ആ യെല്ലോ വാൾപേപ്പറിൻ്റെ പുറകിൽ ട്രാപ്പായി പോയി, എങ്ങനെയെങ്കിലും ആ സ്ത്രീയെ രക്ഷപ്പെടുത്തണം, ഈ ഇമാജിനറി സ്ത്രീയെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുവാണ്. ഓക്കെ, അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ തന്നെ ലൈഫിനെയാണ് നമ്മളവിടെ കാണുന്നത്. ഇവരാണ് ശരിക്കും പറഞ്ഞാൽ ട്രാപ്പായിട്ട് നിൽക്കുന്ന ഈ ഒരു റൂമിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു യെല്ലോ വാൾപേപ്പറിൽ. ഇനി എൻഡിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ റിയാലിറ്റി ഇവർക്ക് അങ്ങ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ട്രാപ്ഡ് വുമണായിട്ട് ഇവളങ്ങ് സ്വയം മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫൈനൽ ഇനി എന്താണ്, അവസാനം എന്താണ്, ഇവൾ മാഡ്നസ്സിലോട്ട് പോവുകയാണ്. മാഡ്നസ്സിലോട്ട് പോകുന്നതെന്ന് പറയുമ്പം അവൾ ആ സെൻസസിൽ നിന്ന് മാഡ്നസ്സിലോട്ട് പോവുമല്ലേ, ഒരു ഇൻസൈനിറ്റിയിലോട്ട് പോവുമല്ലേ. അത് ശരിക്കും പറഞ്ഞ ഒരു റിബല്യസ് ആയിട്ടുള്ളൊരു ആക്റ്റാണ്. മാഡ്നസ് എന്ന് പറയുമ്പോൾ അവിടെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നുമില്ല, അവിടെ ജസ്റ്റ് ഫ്രീഡം മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ നമ്മൾ ഇച്ചിരി സെയിനായിട്ടിരിക്കുമ്പോഴാണ്, നമ്മുടെ മൈൻഡൊക്കെ കുറച്ച് സെൻസിബിളായിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മൾ അയ്യോ അത് അവരെന്ത് പറയും, ഇവരെന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുന്നത്. അയ്യോ എനിക്കൊന്നും ഇല്ലല്ലോ. പക്ഷേ മാഡ്നസ്സിലോട്ട് പോകുമ്പോൾ ഒരു കംപ്ലീറ്റ് ഫ്രീഡം ആണെന്നാണ് ആര് പറയുന്നത്, നമ്മുടെ ഈ ഒരു റൈറ്റർ പറയുന്നത്. ഇതിനകത്ത് വരുന്ന തീം എന്ന് പറയുന്നത് സോഷ്യൽ ക്രിറ്റിസിസം, സൊസൈറ്റിയെ ക്രിറ്റിസൈസ് ചെയ്ത് പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് കിട്ടേണ്ട മെഡിക്കൽ അല്ലെങ്കിൽ സൊസൈറ്റൽ ട്രീറ്റ്മെൻറ്റ്, ഇമോഷണൽ ഐഡൻറ്റിറ്റി. ആ നറേറ്ററിൻ്റെ സൈക്കോളജിക്കൽ സ്ട്രഗിളാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീ ട്രാപ്പായി കിടക്കുന്നതെന്ന് അവർക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഒരു ഒപ്രസീവ് റൂമാണ് ഇവിടെ ഇട്ടേക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഒപ്രസീവ് റൂമിനകത്ത് ഇരുന്ന് അവളങ്ങ് മുഷിയുവാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവൾ തന്നെ തന്നെത്താനെ ഒരു ഇമാജിനറി സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് അവസാനം ഇവൾക്ക് തന്നെ എന്താണ്, മാഡ്നസ്സിലോട്ട് ഇവളങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഇനി ജോൺ മില്ലേസ് എന്ന് പറയുന്നതും പ്രീ റാഫ്ലേറ്റ് ബ്രദർഹുഡിലെ ഒരു റൈറ്ററാണ് കേട്ടോ. ജോൺ എവററ്റ് മില്ലേസ് എന്ന് പറയുന്നയാളുടെ ഒഫീലിയ എന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പോൾ അത് ഒഫീലിയ എന്നുള്ളൊരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ. ഒഫീലിയക്കകത്ത് അപ്പം ഒഫീലിയ എന്താണെന്ന് വെച്ചാൽ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് എന്നുള്ള പ്ലേയിൽ ഷേക്സ്പിയറിനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഒഫീലിയ ശരിക്കും പറഞ്ഞാൽ സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൂയിസൈഡ് ചെയ്യുകയാണ്, അതായത് ഒരു റിവറിൽ ഒരു വെള്ളത്തിൽ ഇങ്ങനെ ഡ്രൗൺ ചെയ്ത് സൂയിസൈഡ് ചെയ്യുവാണ് ഈ കുട്ടി. അപ്പോൾ ആ ഒരു പെയിൻറ്റിങ്, ഒഫീലിയ ഇങ്ങനെ ഡ്രൗൺ ചെയ്ത് വെള്ളത്തിൽ കിടക്കുന്ന ഒരു പെയിൻറ്റിംഗ് ആണ് നമ്മുടെ ജോൺ മില്ലേസിൻ്റെ ഒഫീലിയ എന്നുള്ള പെയിൻറ്റിങ്. ഓക്കെ, അത് ഷേക്സ്പിയറിലെ തന്നെ ഏറ്റവും വളരെ ട്രാജിക് ആയിട്ടുള്ളൊരു സീനാണിത്. അപ്പോൾ പെയിൻറ്റിങ് നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഒഫീലിയ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുവാണ് ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ള ലുക്കിൽ. ആ നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്തെന്ന് പറയുന്നത് ഒരു മെഡീവൽ ഏജിൻ്റെ ഒരു സബ്ജക്റ്റ് പോലെയാണ് നമുക്ക് ഈ ഒരു സ്ത്രീ ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നത് അത് കാണിക്കുന്നത്. ഇവൾക്ക് ചുറ്റിനും ഫ്ലവേഴ്സ് ഉണ്ട്. ഫ്ലവേഴ്സ് കാണിക്കുന്നത് പ്യൂരിറ്റിയെ കാണിക്കുന്നു, ആ വിഷമത്തിനെ കാണിക്കുന്നു, അതുപോലെ തന്നെ ലൈഫിൻ്റെ ആ ഒരു പെർമനൻസ് ഇല്ലാത്ത, അതായത് ഇംപെർമനൻസിനെയാണ് അത് കാണിക്കുന്നത്, ഡെത്തിനെ കാണിക്കുന്നു. ബ്യൂട്ടിയും ട്രാജഡിയും ഒരുപോലെയാണ് ആ ഒരു പെയിൻറ്റിങ്ങിനകത്ത് ഇതിനകത്ത് കാണിക്കുന്നത്. വളരെ ഹോണ്ടിങ് ആയിട്ടും വളരെ സാഡ് ആയിട്ടുള്ളൊരു സീനാണ്. നാച്ചുറൽ ബ്യൂട്ടി കൊണ്ട് ഒഫീലിയയുടെ ആ ഒരു വിധി അല്ലെങ്കിൽ ആ ഫേറ്റിൻ്റെ ആ ഒരു വിഷമോ അല്ലെങ്കിൽ സോറോനെസ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് വളരെ റിയലിസ്റ്റിക്കലായിട്ടാണ് ആര് പോർട്രേ ചെയ്തിരിക്കുന്നത്, നമ്മുടെ ജോൺ മില്ലേസ് ഒഫീലിയ എന്നുള്ള പെയിൻറ്റിങ്ങിനകത്ത് കാണിച്ചിരിക്കുന്നത്.
അതാണ് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത്. മൊഡ്യൂൾ 2-നകത്ത് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ദ ബ്ലെസ്സഡ് ഡാമസലാണ്. അത് ഞാൻ അല്ലാതെ ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് ഓട്ടോ ആൻഡ് നൈറ്റിംഗേൾ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ വേറൊരു ക്ലാസ്സിന് വേണ്ടി അല്ലാതെ പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് സംഭവത്തിൻ്റെ ഇടയ്ക്കാണ് ഈ ഓട്ടോ ആൻഡ് നൈറ്റിംഗേൾ കിടക്കുന്നത്. സോ നിങ്ങൾ ഞാനിപ്പോൾ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തേക്കുന്നതിനകത്ത് ഓട്ടോ ആൻഡ് നൈറ്റിംഗേൾ മാത്രം കേട്ടാൽ മതി. ഓക്കെ, മൊഡ്യൂൾ 1-നകത്തുനിന്ന് ബാക്കി അതിൻ്റെ കൂടെ കിടക്കുന്ന പോംസ് ഒന്നും കേൾക്കണ്ട. അതായത് ഞാനൊരു ഗ്രൂപ്പ് ഓഫ് പോംസ് ആണ് ഇട്ടിരിക്കുന്നത്. അത് വേറെ ഒരു FIUGP പേപ്പറിന് വേണ്ടി ഇട്ടിരുന്നതായിരുന്നു. ഞാൻ ഒറ്റയടിക്ക് എല്ലാം കൂടെ തീർക്കാൻ വേണ്ടി ഇട്ടിരുന്നതായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് എളുപ്പത്തിന് ആക്സസബിൾ ആവാൻ വേണ്ടി ആ പിള്ളേർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോ നൈറ്റിംഗേൾ മാത്രം നിങ്ങൾ ആ ഒരു പ്ലേലിസ്റ്റിൽ നിന്ന് കേൾക്കുക.